ഓരോ ചക്രാസിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഞാൻ ഈ ചക്ര എടുത്ത് സെഷനിലേക്ക് പോകുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ട് സെഷൻ ചെയ്താൽ മതി ചക്ര ചെയ്യുമ്പോൾ. അപ്പം ഇപ്പൊ നമ്മുടെ ആദ്യത്തെ മൂലാധാര ചക്ര. മൂലാധാര ചക്ര നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഇപ്പൊ കാലിന്റെ ഈ ഭാഗത്തായിട്ടാണ് മൂലാധാര ചക്ര. കാലിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഭാഗത്തായിട്ട് മൂലാധാര ചക്ര. മൂലാധാര ചക്രയുടെ നിറം എന്ന് പറയുന്നത് റെഡ് നിറമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടവർക്ക് അറിയാം, ചുവന്ന നിറമാണ്. അത് നമ്മുടെ റെഡ് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട നിറമാണ്. അപ്പോ നമ്മുടെ ഈ മൂലാധാര ചക്ര തന്നെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെയാണോ, നമ്മുടെ സ്ഥാനം എന്താണ്, അങ്ങനത്തെ ഒരു ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു ശബ്ദമുണ്ട്, ലം എന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ആ ശബ്ദം പോലെ വെച്ചിട്ടാണ് ലം. അടുത്തത് സ്വാധിഷ്ഠാന ചക്ര, വം. മണിപ്പൂര ചക്ര, രം. അങ്ങനെ ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള്. അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ലം, വം, രം, യം, ഹം, യം, ഓം. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സഹസ്രാര ചക്രയിൽ ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാക്കും, ഹീലിംഗ് സംഭവിക്കും.